ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്, ചിക്കൻ സുലൈമാനി. അപ്പോൾ ഞാനിതിൽ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വലിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചെറുനാരങ്ങ ആവശ്യത്തിന്. അപ്പോൾ മസാല തേച്ച് ഞാൻ വെച്ചതായിരുന്നു. പിന്നെ അതിലേക്ക് വേണ്ടത് ക്യാരറ്റ്, ക്യാപ്സിക്കം, വലിയുള്ളി, തക്കാളി സോസ്. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ദെൻ മസാല ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ സുലൈമാനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കായം തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് മാത്രമാണ്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഈ ചിക്കൻ സുലൈമാനി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുക. അതിൻ്റെ എല്ല് നമുക്ക് വേറെ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. നമുക്കിത് ഓരോന്നെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കോരാം. അപ്പോൾ ആ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് ഈ ചിക്കൻ സുലൈമാനിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കാരണം നമ്മൾ ആ ചിക്കൻ മസാലയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ട്. അതൊന്ന് ചെറിയതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ, സവാള അവിടെ കിടന്ന് വേവട്ടെ. ഉള്ളി നന്നായിട്ട് വാടാനൊന്നും കാത്തു നിൽക്കേണ്ട, നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കും ഉള്ളിയൊക്കെ ഏകദേശം ഒരേ വേവാണ്. അപ്പോൾ നമുക്ക് മൂന്ന് വേണമെങ്കിൽ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല നെരിച്ച് നമ്മൾ പൊരിച്ചെടുക്കില്ല, അതേപോലെ ഒന്നും ചെയ്യണ്ട. അത് നല്ല സോഫ്റ്റായിട്ടിരിക്കണം. അപ്പോൾ അത് ജസ്റ്റ് അതൊന്ന് ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ ചിക്കന് ഫസ്റ്റ് ബാച്ച് നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് അടുത്തതും കൂടെ ഫ്രൈ ചെയ്തിട്ട് മാറ്റാം. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനവിടെ കോരി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സുലൈമാനി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സുലൈമാനി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇത് ചൂടോടുക്ക നല്ല പൊറാട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്നുകൂടെ ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വെള്ളം, അതിലുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് വറ്റിക്കോട്ടെ. അപ്പം ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.